Hi friends, once again welcome back to EduTutor. MVG10-ൽ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 യൂണിറ്റ് 2 യൂണിറ്റ് 3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ വാച്ച് ആൻഡ് സ്റ്റഡി. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സെക്ഷൻ, ബ്ലോക്ക് 1 യൂണിറ്റ് 4. Question number 1. Briefly comment on the changed attitude of the Indian middle class towards English in the 1950s. 1950 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ മിഡിൽ ക്ലാസ് എങ്ങനെയായിരുന്നു ഇംഗ്ലീഷിനെ നോക്കിക്കാണുന്നത്, അതിനെക്കുറിച്ചൊന്ന് വിലയിരുത്താനാണ് പറയുന്നത്. ഒരു ചേഞ്ച്ഡ് ആറ്റിറ്റ്യൂഡ്, അവരുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന ചേഞ്ചസിനെ കുറിച്ചിട്ട് എക്സാമിൻ ചെയ്യാനായിട്ടും അതുപോലെ ഒരു ബ്രീഫായിട്ട് ഒരു കമൻറ്റ് കൊടുക്കാനായിട്ടാണ് പറയുന്നത്. In the 1950s, the Indian middle class underwent a significant shift in its attitude towards English. The language, which was once associated with colonial rule, became increasingly desirable as a means of social mobility and access to better opportunities. The privileged sections of society who had earlier championed the cause of Indian languages and cultures began to see English as a valuable asset that could help them maintain their social status and influence. 1950 കാലഘട്ടങ്ങളിലായപ്പോഴത്തേക്കും ഇന്ത്യൻ ആറ്റിറ്റ്യൂഡിൽ ധാരാളം ചേഞ്ചസ് വന്നു ഇംഗ്ലീഷിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ. ആദ്യമൊക്കെ ഈ ബ്രിട്ടീഷ് ലാംഗ്വേജ്, ബ്രിട്ടീഷ് കൾച്ചർ എന്ന് പറയുന്നതൊക്കെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു അവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നപ്പോൾ. അപ്പോൾ ഇംഗ്ലീഷുകാരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തുരത്തണം എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആൾക്കാരായിരുന്നു നമ്മൾ. പക്ഷേ ഇതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത്, അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ, ബ്രിട്ടീഷേഴ്സൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഷ ഒത്തിരി പ്രിവിലേജസ് നൽകുന്ന, ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു ഭാഷയാണ്. പിന്നെ നിങ്ങൾക്കറിയാം അതിനെക്കുറിച്ചുള്ള ഒത്തിരി അഡ്വാൻറ്റേജസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മുഖേനയുള്ളത്. അപ്പോൾ ആ അഡ്വാൻറ്റേജസ് ഒക്കെ കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷിൽ എസ്പെഷ്യലി മിഡിൽ ക്ലാസ് ആൾക്കാർ ഈ ഒരു ലാംഗ്വേജ് അവരുടെ സ്വന്തം ലാംഗ്വേജ് പോലെ അവർ ഉയർത്തി കാണിക്കാനും അതിന് പ്രാധാന്യം നൽകാനും തുടങ്ങിയത്. The Indian national movement's emphasis on simplicity and self-reliance gave way to a new aspiration for modernity and Western-style education. English became the language of choice for the elite and the upwardly mobile, who saw it as a key to unlocking better job prospects, social prestige, and cultural sophistication. The establishment of exclusive English medium schools and colleges catering to the elite further solidified English's position in Indian society. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ്. സോ ഈ നാഷണൽ മൂവ്മെൻ്റ് ഒക്കെ തന്നെ എന്തായി തീരുകയാണ്, ഇംഗ്ലീഷിന് ചെറിയ തോതിൽ അവരൊക്കെ തന്നെ ഇന്ത്യൻ ലാംഗ്വേജസിന് പ്രാധാന്യം നൽകാനായിട്ടുള്ള ഓരോ ചുവടുവയ്പ്പുകളായിരുന്നു നടത്തിയിരുന്നത്. എങ്കിൽ പോലും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതിൻ്റെയൊക്കെ മുകളിലോട്ട് ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. എല്ലാ സമൂഹത്തിലും, നമ്മളുടെ സമൂഹത്തിൽ കൂടുതലായിട്ടും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഭാഷ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് ഇന്ത്യയെ കണക്കാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ഉയർന്നു വന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ്, കോളേജസ്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ തന്നെ ഒരു വലിയ കാരണമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന് പ്രാധാന്യം നൽകാനായിട്ട്. കാരണം കുട്ടികൾ എങ്ങനെ പോയാലും സ്കൂളിൽ ചേർത്തുമ്പോൾ നല്ല സ്കൂളിൽ ചേർത്താനായിരിക്കും പാരൻസ് പരമാവധി ശ്രമിക്കുക, എസ്പെഷ്യലി മിഡിൽ ക്ലാസ് ഫാമിലീസ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയംസാണ് കൂടുതൽ, അവിടെയാണ് കൂടുതൽ എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് മീഡിയം കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ഈ ന്യൂ ജനറേഷൻസിൻ്റെ മേലെ തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിത്തീർന്നിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് വി ആർ ഓൾറെഡി എന്താ പറയുക ഇന്ത്യൻസ് തന്നെ, പക്ഷേ ഇംഗ്ലീഷിൻ്റെ ചൊവ്വയിലേക്കൊക്കെ വന്നിരിക്കുകയാണ്, മാക്യുലെ പറഞ്ഞതുപോലെ.
The changed attitude towards English was also driven by the desire to distinguish oneself from the masses. Knowledge of English became a marker of social status, and those who possessed it were seen as part of the superior class. This created a sense of elitism, where English was not just a language but a symbol of power and privilege. 1950s കാലഘട്ടത്തിൽ ഇന്ത്യൻസിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മാറ്റം, ചേഞ്ച് എന്ന് പറയുന്നത് തന്നെ ഇംഗ്ലീഷിലോട്ടുള്ള ഒരു ചായ്വാണ്. ഇവർ ഇതിൽ നിന്നും എന്തുകൊണ്ടാണ് അങ്ങനെ കൂടുതലായിട്ട് ഒരു ചായ്വ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമ്മുടെ സൊസൈറ്റിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രിവിലേജ് നൽകുകയാണ് മറ്റുള്ളവർ. സോ ദേ ഫീൽ ദാറ്റ് ദേ ആർ പ്രിവിലേജ്ഡ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ടും ഇംഗ്ലീഷ് അറിയുന്നവർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുന്നവർ അതിലോട്ട് തന്നെ കൂടുതലായിട്ടും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് തന്നെ കൂടുതൽ പ്രാധാന്യം നൽകിയത്. അപ്പോൾ ഇത് മുഖേന എന്താണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഒരു ഡിവിഷൻ നിലനിൽക്കുകയാണ്. ദോസ് ഹു ഡു നോട്ട് നോ ഇംഗ്ലീഷ് ആൻഡ് ദോസ് ഹു നോ ഇംഗ്ലീഷ്. ഓക്കെ, പിന്നെ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒന്നാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. The role of the English press in shaping public opinion and influencing policy decisions also contributed to the growing importance of English in Indian society. The press, which was largely in the hands of the English-educated elite, helped to create a consensus around the importance of English as a language of education, administration, and culture. ഇംഗ്ലീഷ് പ്രസ്സിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. കാരണം സമൂഹം, സൊസൈറ്റി കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷ് പ്രസ്സിനെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് പ്രസ്സിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഓക്കെ, നേറ്റീവ് ലാംഗ്വേജ് അല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അവരുടെ ബുക്സോ അല്ലെങ്കിൽ പേപ്പേഴ്സ് എല്ലാം തന്നെ അവിടെ അച്ചടിച്ചുകൊണ്ട് അത് പുറത്തേക്ക് വിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഡെയിലി നമുക്ക് ആവശ്യമുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ന്യൂസ് പേപ്പർ. അപ്പോൾ അത് നമ്മൾ നേറ്റീവ് ലാംഗ്വേജിലല്ല, ഇംഗ്ലീഷ് ഭാഷയിലാണ് ഒരാൾ വായിക്കുന്നതെങ്കിൽ ഷുവർ ആൻഡ് സർട്ടൻ നമുക്ക് ആ ഭാഷ നമുക്ക് ഓൾറെഡി അതിലേക്ക് അത്രയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീൻസ് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, കൾച്ചർ, ഇതെല്ലാം തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നമ്മളുടെ നേറ്റീവ് ലാംഗ്വേജിന് പ്രാധാന്യം ഇവിടെ കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലായ്കയില്ല. The aggressive promotion of Hindi by some groups, often at the expense of other Indian languages, further complicated the language scene in India. This led to resistance from non-Hindi speaking regions, which in turn contributed to the growing popularity of English as a link language. 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യം ഉയർന്നു വന്ന ഒരു പ്രശ്നമായിരുന്നു നമ്മളുടെ ഇന്ത്യൻ യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റിക്ക് വേണ്ടി നാഷണൽ ലാംഗ്വേജ് ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യുക എന്നത്. ആ ഒരു പ്രശ്നം വളരെ വലുതായിരുന്നു. ഒരു വിഭാഗം ആൾക്കാർ ഹിന്ദി ഭാഷ മതി നമ്മളെ നാഷണൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ, മറ്റൊരു വിഭാഗം ആൾക്കാർ ആ ഒരു ഭാഷയെ എതിർത്തിരുന്നു, ഹിന്ദി ഭാഷയെ എതിർത്തിരുന്നു. അവർ കൂടുതലായിട്ടും ഇംഗ്ലീഷ് ഭാഷ നാഷണൽ ലാംഗ്വേജ് ആക്കണം എന്നുള്ള ഒരു രീതിയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയത്. ആ ഒരു വിഭാഗം നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെയും നമുക്ക് ഈ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. Overall, the 1950s marked a significant turning point in the history of English in India. The language, which was once seen as a colonial legacy, became an integral part of Indian society, particularly among the middle class. The desire for social mobility, modernity, and Western-style education drove the growing demands for English, which eventually became a symbol of power, privilege, and sophistication. കൺക്ലൂഡിങ് പാർട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സമ്മറൈസ് ചെയ്യുകയാണ്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഇന്ത്യൻസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രാധാന്യം അത് വളരെ വലുതാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നത് മിഡിൽ ക്ലാസ് ആണ് എസ്പെഷ്യലി അത് കൂടുതലായിട്ടും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റീസും പ്രിവിലേജും നൽകുന്ന ഒന്നായിട്ടാണ് ഇംഗ്ലീഷ് ഭാഷയെ നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ ഒരിക്കൽ നമുക്ക് ബ്രിട്ടീഷ് ഭാഷ എന്ന് പറഞ്ഞ്
നമ്മൾ ഒത്തിരി പേടിച്ചിരുന്ന ഒരു ഭാഷയായിരുന്നു ഇത്. എങ്കിലും ഇത് ഇന്ന് നമുക്ക് ഒരു മൊഡേണിറ്റിക്ക് വേണ്ടിയിട്ട്, സുപ്പീരിയർ പവറിന് വേണ്ടി, പ്രിവിലേജിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് കൾച്ചറും ഇംഗ്ലീഷ് ലാംഗ്വേജും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇതിൻ്റെ ആൻസർ നമുക്കിവിടെ തീരുകയാണ്. സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ സെക്ഷൻ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. സോ വി മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Question number 2. Explain the process in which English gained support and consolidation in post-independent India. ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇന്ത്യൻസിൽ നിന്നും പോസ്റ്റ് ഇന്ത്യൻസിൽ നിന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഒരു വിഭാഗം ഇന്ത്യൻ ജനതയിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സപ്പോർട്ടും കൺസോളിഡേഷനും ഒക്കെ ലഭിച്ചത്, ആ ഒരു പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇത് നമുക്ക് ഓൾറെഡി അസൈൻമെൻറ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കണം ഇത്, അല്ലേ? എനിവേ, ലെറ്റ്സ് മൂവ് ഓൺ. The process of English gained support and consolidation in post-independent India was a complex and multifaceted phenomenon. Several factors contributed to its growth and entrenchment in Indian society. One major factor was the attitude of the privileged sections of society, who saw English as a valuable asset that could help them maintain their social status and influence. The argument that English should be allowed to stay till Indian languages developed to take on the job of carrying society, culture, and knowledge forward was used to justify its continued use. This argument was particularly appealing to the industrialists and the urban rich, who had been active in the national movement and had a vested interest in maintaining their power and influence. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ നമുക്ക് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സമൂഹത്തിൽ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം വിശ്വസിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ആ കൾച്ചറൊക്കെ അഡാപ്റ്റ് ചെയ്തവരാണ് കുറച്ചുകൂടി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ നിലനിർത്തുന്ന വ്യക്തികളെന്നാണ് പൊതുവെ നമ്മളുടെ ഒരു ധാരണ. ഓക്കെ, ഇവിടെ ഒരു ആർഗ്യുമെൻറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ടൈമിങ്ങിലൊക്കെ ഈ ഒരു ആർഗ്യുമെൻറ്റ് നിലനിന്നിരുന്നു. ഇന്ത്യൻ ലാംഗ്വേജസിന് പ്രിഫറൻസ് കൂടുതൽ കൊടുക്കണം, ഇംഗ്ലീഷ് ഭാഷയെക്കാട്ടിലും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ മറ്റൊരു സെക്ഷൻ ആൾക്കാർ പറഞ്ഞത് ഇംഗ്ലീഷ് ഭാഷയാണ് ശരിക്കും നമ്മുടെ ഡെവലപ്മെൻറ്റിനുള്ള ഒരു കാരണക്കാരൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി മോഡേണൈസ് ആകാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യ കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ്സിലേക്ക് മുന്നേറാനായിട്ട് സാധിക്കുമെന്നാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്: ഈ നമ്മൾ കുറച്ചും കൂടിയും ഇന്ത്യ കുറച്ചും കൂടിയും ഒന്ന് പ്രോഗ്രസ് ആയി കഴിയുമ്പോൾ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജസ് തന്നെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് പ്രത്യേകിച്ചും എടുത്ത് പറയാനായിട്ട് ഏർബൻ സമൂഹത്തിൽ, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷനിൽ ആ ഒരു വിഭാഗം ആൾക്കാരൊക്കെയാണ് കൂടുതലും ഈ ഒരു ചിന്താഗതിയിൽ മുന്നേറിക്കൊണ്ടിരുന്നത്. The introduction of English as the medium of instruction in schools and colleges further solidified its position. The rich and upper middle classes, who had a penchant for feelings different from the ordinary masses, saw English education as a means of distinguishing themselves and gaining access to better job opportunities. Exclusive English medium schools and colleges, which had been establishing during the British era, continued to cater to the elite, and the specialized knowledge gained by students in these institutions stood them in good stead when competing for top jobs. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇന്ത്യയിൽ വന്ന വലിയൊരു മാറ്റമെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ മുഖേന ഇന്ത്യയിലൊരു ഡിവിഷൻ ഉണ്ടായി. ഒന്ന് അപ്പർ മിഡിൽ ക്ലാസ്, രണ്ട് പുവർ പീപ്പിളായിരുന്നു. ഈ അപ്പർ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഒരു റിച്ച് സമൂഹം എന്ന് പറയുന്നത് ഇവിടെ ഇംഗ്ലീഷാണ് അവിടെ പ്രിവിലേജ്ഡ് ആയിട്ട് നിൽക്കുന്നത്. മറ്റ് സെക്കൻഡ് വിഭാഗം ആൾക്കാർക്ക് ഇംഗ്ലീഷ് എന്ന ഭാഷ അവർക്ക്
അറിയില്ല. അതാണ് അവിടെ വരുന്ന വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിൻ്റെ കൾച്ചറൊന്നും ഒരു വിഭാഗം ആൾക്കാർ അഡോപ്റ്റ് ചെയ്ത് ഒരു വിഭാഗം ആൾക്കാർ അഡോപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരു ഡിവിഷൻ ഇവിടെ വരികയാണ് ചെയ്യുന്നത്. ഈ ഇംഗ്ലീഷ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളെ കുറച്ച് സോഷ്യൽ സ്റ്റാറ്റസൊക്കെ അവർക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയാണ് നമ്മളുടേത്. പിന്നെ ഈ ഒരു ഇംഗ്ലീഷ് ഭാഷ കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഈ ഒരു ഭാഷ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതും കുറേയൊക്കെ എന്താ പറയുക അഡ്വാൻറ്റേജസ് കൂടുതലായിട്ടും കിട്ടുന്നത് ഈ ഭാഷ അറിയുന്ന വ്യക്തികൾക്ക് തന്നെയാണ്. ഇനി ഇതിന് ശേഷം ഒത്തിരി സ്കൂൾസ്, കോളേജസ്, അങ്ങനെ യൂണിവേഴ്സിറ്റീസ് ധാരാളം ഉയർന്നു വന്ന ഒരു സമയമാണ് ഇംഗ്ലീഷ് ഭാഷ മുഖേന അല്ലെങ്കിൽ ഇംഗ്ലീഷ് കൾച്ചർ മുഖേന. ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഓഫ് ഇംഗ്ലീഷ് ഗെയിൻ ചെയ്തവർക്കും എല്ലാവർക്കും അവർക്ക് സമൂഹത്തിൽ കുറച്ചും കൂടി എന്താ പറയുക കോമ്പറ്റീറ്റീവ് ലെവലിൽ ജോബ്സൊക്കെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിൽ അവർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു. ഓക്കെ. The role of the English press in shaping public opinion and influencing policy decisions also contributed to the growth of English in India. The press, which was largely in the hands of the English educated elite, helped create a consensus around the importance of English as a language of education, administration and culture. ഇംഗ്ലീഷ് ഭാഷയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ എങ്ങനെയാണ് കൂടുതലായിട്ടും പ്രചരണത്തിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രസ് മുഖേനയാണ്. ഇംഗ്ലീഷ് പ്രസ്സിൽ കൂടിയായിരുന്നു ജനങ്ങൾക്ക് കൂടുതലായിട്ടും ഇൻഫോർമേഷൻസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അതിനെ ആശ്രയിച്ചിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്, പ്രസ്സിനെ ആശ്രയിച്ചിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രസ് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഈ ഒരു ചോദ്യത്തിൽ. Another significant factor was the ideological and cultural influence of the West, particularly in the post-World War II period. The modernist thought that emerged from the West emphasized individualism and rejected ideas of social change and equality. This ideology was reflected in the syllabi of English literature in Indian universities, which focused on modernist religious texts and projected writers like Yeats, Eliot, and Lawrence as the great masters of writing. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് വെസ്റ്റ് സൈഡിൽ അവർക്കുണ്ടായ ഒരു മാറ്റത്തെക്കുറിച്ച്. മീൻസ് അവരെങ്ങനെയായിരുന്നു ഈ മോഡേണിറ്റിയൊക്കെ അവർ അഡോപ്റ്റ് ചെയ്തിരുന്നത്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ആണ് അവർക്ക് അങ്ങനെ ഒരു മോഡേണിറ്റിയൊക്കെ അവരുടെ ഒരു സമൂഹത്തിൽ ചേഞ്ചസ് ധാരാളമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഐഡിയാസൊക്കെ നമ്മുടെ ഇന്ത്യയിലും ഇൻപുട്ട് ചെയ്യണം എന്ന് വെസ്റ്റേൺ വിഭാഗത്തിന് ഒരു ധാരണയുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അങ്ങനെ ഒരു സിലബസ് തന്നെ കൊണ്ടുവന്നു. അവിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചിട്ടും എങ്ങനെയാണ് മോഡേണിറ്റിയിൽ എത്തിച്ചേർന്നതും മോഡേണിറ്റിയിൽ എത്തിച്ചേർന്നതിന് ശേഷം ഉണ്ടായിരുന്ന മാറ്റങ്ങളെയൊക്കെ കുറിച്ചിട്ടും. അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇന്ത്യൻസ് എന്ത് ചെയ്യും, ഇംഗ്ലീഷ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകും. അതിനു വേണ്ടിയായിരുന്നു ഇങ്ങനെയൊരു പ്രചരണം. ഓക്കെ. The aggressive promotion of Hindi by some groups, often at the expenses of other Indian languages, also contributed to the growth of English as a link language. Non-Hindi speaking regions, sensing the danger of Hindi hegemonic ambitions, opted for English as a neutral language that could facilitate communication across different regions. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു എന്തായിരിക്കും നമ്മുടെ ഇന്ത്യൻ നാഷണൽ യൂണിറ്റി ലാംഗ്വേജ്. നാഷണൽ യൂണിറ്റിക്ക് വേണ്ടി ഒരു നാഷണൽ ലാംഗ്വേജ് രൂപീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ലീഡേഴ്സിന് തോന്നി. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരുടെ ഒരു ഓപ്ഷൻ എന്ന നിലയ്ക്ക് അവർ വെച്ചിരുന്നതായിരുന്നു ഹിന്ദി ഭാഷ, ഹിന്ദി ലിറ്ററേച്ചർ ആയിരിക്കണം അല്ലെങ്കിൽ ഹിന്ദി ഭാഷയായിരിക്കണം നമ്മുടെ നാഷണൽ ലാംഗ്വേജ് എന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം ആൾക്കാർ അതിനെ എതിർത്തിരുന്നു. അപ്പോൾ അവരുടെ എതിർപ്പിൻ്റെ പ്രധാന കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കണം ഒരു ബെറ്റർ ലാംഗ്വേജ് ഫോർ ദ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെയായിരുന്നു അവരുടെ ഒരു വാദം. ഓക്കെ. The institutionalization of English in India was a gradual process that worked through various channels, including education, administration, and the job market.
English became the basis for assessing a person's merit and worth in examinations and interviews, and it was used in bureaucracy, judiciary, and other services. The Indian democratic regime, despite its efforts to promote Indian languages, ultimately contributed to the entrenchment of English in Indian society. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് പെട്ടെന്ന് നടന്നൊരു സംഭവമൊന്നുമല്ല. അതൊരു പ്രോസസ്സായിരുന്നു. അതിന് ഒത്തിരി സമയമെടുത്തു. അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് മേഖലകൾ എന്ന് പറയുന്നത് തന്നെ എഡ്യൂക്കേഷണലാണ്. വിദ്യാഭ്യാസ മേഖല, പിന്നെ അഡ്മിനിസ്ട്രേഷൻ ലെവൽ, അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് മേഖലകളിൽ കൂടിയൊക്കെ ആയിരുന്നു ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഈ ഒരു ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അത് ഇന്ത്യയിൽ സ്ഥാപിതമായത്. ഓക്കെ, ഇനി ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യയിൽ വന്നതിന് ശേഷം ധാരാളം മാറ്റങ്ങൾ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ചും ഈ ലാംഗ്വേജിന് പ്രാധാന്യം ഉണ്ടായിരുന്നത് ഈ എന്താ പറയുക, നമ്മളുടെ ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ആയിരുന്നു കൂടുതലായിട്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളിലായാലും ഉന്നത ലെവലിലേക്ക് പോകാനായിട്ടാണ് ഈ ലാംഗ്വേജ് കൂടുതലായിട്ടും ഉപയോഗപ്പെട്ടത്. പിന്നെ ജുഡീഷ്യറി മേഖലകളിലാണെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമവശമായിട്ടുള്ള പല മേഖലകളിലും നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു പ്രാധാന്യം. ഓക്കെ, ഇനി ഈ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിനെ സംബന്ധിച്ച് ധാരാളം എഫേർട്സ് എടുത്തുകൊണ്ടാണ് മറ്റ് ഇന്ത്യൻ ലാംഗ്വേജസ് മുന്നോട്ട് വരാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അതിനൊക്കെ മറികടന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ചും കൂടി ഒരു സുപ്പീരിയോറിറ്റി പവർ അത് നേടിയിരുന്നു. കൺക്ലൂഡിങ് പാർട്ടിലോട്ട് വരികയാണ്. ടുഡേ English in India is stronger than ever before, riding on the crest of the capitalist market, globalized economy, and a unipolar world strongly operating from its western center. While there are still debates and controversies surrounding the use of English, its position in Indian society is unlikely to change anytime soon. ഇന്നത്തെ സമൂഹം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വളരെയധികം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് അറിയാം. എസ്പെഷ്യലി ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമ്മളുടെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഗ്ലോബലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ബിസിനസ് നേടണമെങ്കിലായാലും വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിലും ഈ ഒരു എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യമാണ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ മറ്റുള്ള ഭാഷകളെല്ലാം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അല്ലെങ്കിൽ അതിനൊക്കെ ഒന്ന് പൊടിതട്ടി ഒന്ന് സുപ്പീരിയർ ആക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നില്ല. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അതിനേക്കാട്ടിലൊക്കെ മുകളിലോട്ടായിട്ട് ഉയർന്നു വരികയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. Third question, contemporary Indian writing in English is driven more by commercialist interest than humanist concerns. Do you agree? Give a recent answer. ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്, ഇംഗ്ലീഷിലുള്ള ഇന്ത്യൻ റൈറ്റിംഗ് അല്ലെങ്കിൽ ഇന്ത്യൻസ് ഇംഗ്ലീഷിൽ എഴുതുന്നുണ്ട്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഒരു സ്നേഹം കൊണ്ടോ അങ്ങനെയുള്ള ഒരു ഹ്യൂമൻ കൺസേണിൽ എഴുതുന്നതാണോ, അതോ ജസ്റ്റ് ബിസിനസ് ലെവലിൽ അല്ലെങ്കിൽ എന്താ പറയുക കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു എഴുത്ത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് വിലയിരുത്താനാണ് പറയുന്നത്. The question of whether contemporary Indian writing in English is driven more by commercialist interest than human concerns is complex and multifaceted. Based on the context provided, it appears that the literary scene in India has undergone significant changes in the post-independence period, particularly in the 1950s and 1960s. 1950-60 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യ ഇൻഡിപെൻഡൻസിലേക്ക് കടന്നതിന് ശേഷം ധാരാളം മാറ്റങ്ങൾ വന്നതും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ അഡോപ്റ്റ് ചെയ്തതും. അതിനുശേഷം ഇവിടെ നമ്മുടെ ചോദ്യത്തിൻ്റെ പ്രസക്തി ഇത് തന്നെയാണ്. അതിൻ്റെ
പർട്ടിക്കുലറായിട്ടുള്ള ഒരു ആൻസർ നമ്മളിനി വരുന്ന പാരഗ്രാഫിലോട്ട് കടക്കുമ്പോൾ പറയാം. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടൊരു മാനുഷിക സ്നേഹമോ ഉള്ള ഒരു ലാംഗ്വേജ് ആയിട്ടാണോ അതിനെ കാണുന്നത്, അതോ വെറുതെ ഒരു കമേഴ്ഷ്യൽ ലെവലിൽ, ഒരു ബിസിനസ് ലെവലിൽ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഈ ലാംഗ്വേജിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്? നമുക്ക് അതിന് ഒത്തിരി ഘടകങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ നമുക്കതിലോട്ട് കടക്കാം. During this time, Indian writing in English was heavily influenced by Western modernist thought, which emphasized individualism and rejected ideas of social change and equality. This is evident in the way Indian writers began to focus on themes of alienation, absurdity, and the human predicament, as seen in the works of writers like R.K. Narayan and Arun Kolatkar. While these themes are undoubtedly relevant to the human experience, they also reflect a shift away from the more socially engaged and nationalist literature that characterized the pre-independence era. ഈ ഒരു കാലഘട്ടത്തിൽ, 1950-60 കാലഘട്ടങ്ങളിലെ സമയത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ആ സമയം എടുത്തു പറയുന്നത് ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ഇന്ത്യൻ ലീഡേഴ്സ് എല്ലാം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എങ്ങനെയെങ്കിലും നമ്മളുടെ നേറ്റീവ് ലാംഗ്വേജസിനെ കൊണ്ടുവരാനും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇവിടെ നിന്നും തുടച്ചു നീക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ അതിന് ശേഷം അവർക്ക് ബെനിഫിറ്റ്സ് മനസ്സിലായി. അപ്പോൾ അവർ ഉദ്ദേശിച്ചൊരു കാര്യം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മുഖേന നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്ന് മാത്രമായിരുന്നു ഉദ്ദേശം. അതിനുശേഷം ഇന്ത്യൻ ലാംഗ്വേജസിനെ, ലിറ്ററേച്ചറിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം എന്ന ഒരു പ്ലാനിലായിരുന്നു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെസ്റ്റേൺ ആ മോഡേണിസ്റ്റ് തോട്ട് അടക്കമായിരുന്നു നമ്മളുടെ ഇന്ത്യൻസ് അന്ന് അഡോപ്റ്റ് ചെയ്തിരുന്നത്, ലാംഗ്വേജ് മാത്രമായിരുന്നില്ല. അപ്പോൾ അവർ കൂടുതലായിട്ടും ചിന്തിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ കുറച്ചൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ഐഡിയൽസും അതുപോലെ സോഷ്യലി കുറേ ജസ്റ്റിസും ഒന്നല്ലായിരുന്നു. കാരണം സമൂഹത്തിൽ വേർതിരിവുകൾ ഉണ്ടായിരുന്നു, കുറേ ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പഠിച്ചവർ, പഠിക്കാത്തവർ, അങ്ങനെ ഒത്തിരി ഡിവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻസ് ആ ഒരു ചിന്താഗതിയിലായിരുന്നു എങ്കിൽ അവരെന്ത് ചെയ്തേനെ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേണ്ട എന്ന് വിചാരിച്ച് നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജസ് തന്നെ മുന്നോട്ടെടുത്ത് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ നമുക്കൊരു യൂണിറ്റി ഉണ്ടായിരുന്നേനെ. പക്ഷെ അവർ സോഷ്യലി കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് കമേഴ്ഷ്യലി ആണെങ്കിൽ പോലും അവർക്ക് ഇന്ത്യൻ ലാംഗ്വേജിനോടുള്ള ഒരു ചായ്വ് അവിടെ കണ്ടിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അവിടെ എടുത്തു പറയുകയാണെങ്കിൽ അന്നത്തെ നല്ലൊരു റൈറ്റേഴ്സായിരുന്നു R.K. നാരായൺ, അരുൺ കൊലറ്റ്കർ എന്നൊക്കെ പറയുന്ന കുറച്ചധികം ആൾക്കാർ, അല്ലെങ്കിൽ റൈറ്റേഴ്സ്. ഇവരുടെയൊക്കെ വർക്ക്സ് കുറേ അധികം കോൺട്രിബ്യൂഷൻസ് നമ്മളുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ഹിസ്റ്ററിയിൽ തന്നെ നേടി തന്നിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ കൂടുതലായിട്ടും ഇംഗ്ലീഷ് ഫോക്കസ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നു. പിന്നെ ഒരു സംശയവും നമുക്കില്ല, ഇതിൽ നിന്ന് നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസുകളും ഒത്തിരി അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യം ഉള്ളത് തന്നെയായിരുന്നു അന്ന് എഴുതിക്കൊണ്ടിരുന്നതും. ആ ലിറ്ററേച്ചേഴ്സൊക്കെ ഇന്നും യൂസ്ഫുള്ളാണ് താനും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രീ ഇൻഡിപെൻഡൻസ് സീരിയലിൽ നിന്നും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സീരിയലിലേക്ക് കടക്കുമ്പോഴുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിലൊരു മാറ്റം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ എങ്ങനെയായിരുന്നു നമ്മൾ നോക്കിക്കാണുന്നത് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. The commercialization of literature is a significant factor that has contributed to the dominance of commercialist interest over humanist concerns in contemporary Indian writing in English. The publishing industry in India has grown exponentially, and writers are now more aware than ever of the market demands and the need to appeal to a global audience. This has led to a focus on writing that is more market-friendly and less concerned with exploring the complexities of Indian society and culture. കൂടുതലായിട്ടും ബിസിനസ്സിനെ അല്ലെങ്കിൽ എക്കണോമിക്കലി ചിന്തിച്ചിരുന്ന വ്യക്തികളായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യൻസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്.
ഓക്കെ, അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഏരിയയിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും കമേഴ്ഷ്യലി ചിന്തിക്കുന്ന വ്യക്തികളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമായിരുന്നു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മുഖേന നമുക്കുണ്ടായിരിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ ഗ്ലോബലൈസേഷനും മീൻസ് ഗ്ലോബലി നമുക്ക് എന്താ പറയുക ബിസിനസ്സുകൾ നടത്താൻ സാധിക്കും. കമ്മ്യൂണിക്കേഷൻ ലെവലിൽ കൂടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ കൂടെ നമുക്ക് കൂടുതലായിട്ടും അവിടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങളെല്ലാം കുറിച്ച് നമ്മൾ അവയർനെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലോബൽ ഓഡിയൻസിനോട് കൂടുതലായിട്ടും ഫ്രണ്ട്ലി നേച്ചറൊക്കെ കാണിക്കാനായിട്ട് തുടങ്ങി. അതേസമയം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കൾച്ചറിന് അല്ലെങ്കിൽ ഇന്ത്യൻ ലാംഗ്വേജസിനെ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക ഒന്ന് നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അത് മുഖേന നമുക്ക് ഒരു ഹ്യൂമൻ കൺസേൺ ഒക്കെ ഇവിടെ കുറയാനാണ് തുടങ്ങിയിരിക്കുന്നത്. Moreover, the emphasis on English as the primary language of literature has also contributed to the commercialization of Indian writing. English has become a lucrative industry with many writers and publishers catering to the demands of the global market. This has led to the homogenization of literary styles and themes, with many writers conforming to Western expectations of what Indian literature should be. ധാരാളം ഇന്ത്യൻ റൈറ്റേഴ്സ് മുന്നോട്ട് വന്നിരുന്ന ഒരു സമയം തന്നെയായിരുന്നു. അതുപോലെ പ്രസിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരു സമയവും ഒരു കാലഘട്ടം തന്നെയായിരുന്നു അത്. ഇവർക്കെല്ലാവർക്കും മനസ്സിലായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതുകയാണെങ്കിൽ അവരുടെ സാഹിത്യം നമ്മൾ കോപ്പി ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഷയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് കമേഴ്ഷ്യലൈസേഷനിൽ അല്ലെങ്കിൽ നമുക്ക് എക്കണോമിക്കലി കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു ആശയവും ആ ഒരു രീതിയൊക്കെ ആയിരുന്നു നമ്മൾ എഴുതാനായിട്ട് ഇൻസ്പയർ ചെയ്തതും. The impact of commercialization of the literary scene is evident in the way writers are often judged by their marketability rather than their literary merit. The Booker Prize, for instance, has become a benchmark of success for Indian writers, and many writers strive to write books that will appeal to the prize's judges and the global audience. This has led to a situation where writers are more focusing on winning prizes and gaining international recognition than on exploring the complexities of Indian society and culture. ഇവിടെ ധാരാളം റൈറ്റേഴ്സൊക്കെ വന്നപ്പോൾ തന്നെ അവരുടെ മൈൻഡിൽ ഇപ്പോൾ മറ്റേത് ലിറ്ററേച്ചറിനെ കുറിച്ച് എഴുതുക എന്ന് പറയുന്നത് അവർക്കതൊരു ഹരമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി. അവർക്കത് എങ്ങനെയെങ്കിലും എക്കണോമിക്കലി ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതലായിട്ടും അവരുടെ എമൗണ്ട് അല്ലെങ്കിൽ ബുക്കിൻ്റെ പ്രൈസിനാണ് കൂടുതൽ വാല്യൂ ഉള്ളത്, അല്ലാതെ ബുക്കിൻ്റെ കണ്ടൻറ്റിനല്ല അവർ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുകയാണ് കേട്ടോ. However, it would be unfair to say that all contemporary Indian writing in English is driven solely by commercialist interest. There are many writers who continue to explore themes of social justice, inequality and human rights in their work. Writers like Mahasweta Devi, Amitav Ghosh and Arundhati Roy, to name a few, have consistently engaged with the complexities of Indian society and culture in their writing. Their work reflects a deep concern for humanist issues and a commitment to exploring the nuances of Indian reality. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എല്ലാ റൈറ്റേഴ്സിനെയും നമുക്ക് എന്താ പറയുക കോമൺ ആയിട്ട് അങ്ങനെ പറയാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ജഡ്ജ് ചെയ്യാനും സാധിക്കില്ല. എല്ലാവരും ബെനിഫിറ്റിന് വേണ്ടിയാണ് അല്ലെങ്കിൽ പ്രൈസ് നോക്കിയിട്ടാണ് പുസ്തകങ്ങൾ എഴുതുന്നത്, അല്ലെങ്കിൽ ആ പ്രൈസിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് ബുക്സ്, അതിൻ്റെ ഉള്ളിൽ കണ്ടൻ്റ് ഒന്നും ഇല്ല എന്ന് നമുക്ക് വിലയിരുത്താനും സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയും കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട് ബേസിക്കലി അവർ സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടൊക്കെ വാദിക്കുന്നവരാണ്, ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ സ്ട്രൈവ് ചെയ്യുന്നവരാണ്, ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് സ്ട്രൈവ് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വ്യക്തികളുടെ പേര് നമ്മളിവിടെ പറയുന്നുണ്ട്. അമിതാവ് ഘോഷ്, അരുന്ധതി റോയ്, അതുപോലെ മഹാശ്വേത ദേവി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേരുകൾ നമുക്ക് പഠിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ലീഡേഴ്സ് അല്ലെങ്കിൽ കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ കണ്ടൻറ്റ് വളരെ നല്ലത് തന്നെയാണ്. അവർ കൂടുതലായിട്ടും ബെനിഫിറ്റ് നോക്കുന്നത് സമൂഹത്തിനൊരു മാറ്റം വരുത്തണം എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടെ തന്നെയാണ്. In conclusion, while it is true that commercialist interests play a significant role in shaping contemporary Indian writing in English, it would be
an oversimplification to say that humanist concerns are entirely absent. The literary scene in India is complex and multifaceted, and writers continue to engage with a wide range of themes and issues. However, the dominance of commercialist interest is undeniable, and it is essential to recognize the impact it has on the type of literature that is produced and consumed. Ultimately, a balanced approach that acknowledges both the commercial and humanist aspects of literature would provide a more nuanced understanding of contemporary Indian writing in English. കൺക്ലൂഡിങ് പാർട്ടോട് കടക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. അതെനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ എനിക്കറിയാം കുറച്ച് വേഗതയിലാണ് ഞാൻ പറയുന്നത്, കാരണം നമുക്ക് വളരെ വലിയൊരു ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ വേണ്ട എന്ന ഉദ്ദേശത്തിലാണ്. അല്ലെങ്കിൽ തന്നെ ഇത് ലെങ്തി ആണ്, അപ്പോൾ ഇനിയും കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഓൾറെഡി നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റേഷനാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനി റിപ്പീറ്റ് ചെയ്ത് ബോറടിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ വേഗം വേഗം പറയാൻ ശ്രമിക്കുന്നത്. അറിയില്ല എത്രമാത്രം നിങ്ങളിത് ബോറടിപ്പിക്കുന്നുണ്ടെന്ന്, എങ്കിലും താങ്ക് യു ഫോർ കോപ്പറേറ്റിംഗ് വിത്ത് മീ ബൈ ലിസണിങ്. ഓക്കെ, സോ വിൽ കണ്ടിന്യൂ. കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇത്രയും നമ്മൾ സമ്മറൈസ് ചെയ്ത അല്ലെങ്കിൽ ഇത്രയും പഠിച്ച കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ക്യാപ്സ്യൂലായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒന്ന് ഇൻഫീരിയർ ആയിട്ടുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു സുപ്പീരിയോറിറ്റി പവർ തന്നെയാണ് അതിനുള്ളത്. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ യൂസേജ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അതുകൊണ്ട് തന്നെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ ലാംഗ്വേജസിന് ഒരു സോഷ്യൽ കൺസേൺ ഒന്നും ഹ്യൂമൻ കൺസേൺ ഒന്നും കിട്ടുന്നില്ല. അത് ഇവിടെ ഷുവറൻസ് ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കമേഴ്ഷ്യലി യൂസ് ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് എന്തൊക്കെയാണ് യൂസേജസ്? ഒന്ന് എഡ്യൂക്കേഷൻ ലെവൽ, പിന്നെ ബിസിനസ് ലെവൽ, ഗ്ലോബലി ഒക്കെ നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ളത്, മീൻസ് അവരായിട്ട് ഫ്രണ്ട്ലി ആകുന്നു, അങ്ങനെ ബിസിനസ് നടത്തുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഈ ലിറ്ററേച്ചറിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ ലിറ്ററേച്ചർ രണ്ട് തരത്തിലുള്ള റൈറ്റേഴ്സ് നമ്മളിവിടെ കാണുന്നുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ കമേഴ്ഷ്യലി ഇത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബുക്സിൻ്റെ മേലെ പ്രൈസിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതേസമയം കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട്, അവർ കൂടുതലായിട്ടും ഹ്യൂമൻ കൺസേണിനും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വ്യക്തികളുമാണ് അവർ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു കണ്ടൻറ് എന്ന് പറയുന്നത്. സോ വി കൺക്ലൂഡ് ഹിയർ ആൻഡ് വിൽ മീറ്റ് യു. എനിക്ക് അതിന് മുന്നേ പറയട്ടെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. പിന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞതൊക്കെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഷുവറൻസ് ആയിട്ടും റിപ്ലൈ തരാം. പിന്നെ മെയിൽ ID ഞാൻ കൊടുക്കുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ചെയ്താലും ഞാൻ മെയിലിൽ റിപ്ലൈ തരാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. സോറി, ഞാൻ ബായ് പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 4, ഡിഫൈൻ ദ റോൾ ഇംഗ്ലീഷ് ക്യാൻ പ്ലേ ടുവേർഡ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഇൻ ടുഡേയ്സ് ഇന്ത്യ. നമ്മളുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇക്വാലിറ്റി, ജസ്റ്റിസ് ഇതൊക്കെ നേടിയെടുക്കാനായിട്ട് ആ ഒരു അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് എന്ത് റോളാണ് ഇവിടെ പ്ലേ ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? The role English can play towards achieving equality and justice in today's India is multifaceted and complex. On one hand, English has become an integral part of Indian society, particularly among the educated elite, and has facilitated communication and access to global knowledge and opportunities. However, its dominance has also created inequalities and injustices, particularly for those who do not have access to quality English education. ഇങ്ങനെയൊരു ചോദ്യത്തിന് ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് അത്രയ്ക്ക് എളുപ്പം അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഇത് വന്നത് മുഖേന നമ്മളുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും ജസ്റ്റിസ് ആണോ ഉണ്ടായിട്ടുള്ളത്? അല്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറേ ബെനിഫിറ്റ്സ് നമുക്ക് നൽകിയിട്ടുണ്ട്, അത് കറക്റ്റാണ്. ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ഗ്ലോബൽ നോളജ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ലെവലിലാണെങ്കിലും നമുക്ക് മുന്നേറാനായിട്ട് അല്ലെങ്കിൽ എക്കണോമിക്കലൊക്കെ കുറേ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ
ഈ ഒരു ലാംഗ്വേജ് വന്നതോടുകൂടെ ഒത്തിരി ഡിവിഷൻസ് ഉണ്ടായിട്ടുള്ളത്. നമ്മളൊരു യൂണിറ്റ് അങ്ങനെ തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വന്നതോടുകൂടി ഇംഗ്ലീഷ് അറിയുന്നവർക്കൊക്കെ ഒരു പ്രിവിലേജ് ഉണ്ടായി സൊസൈറ്റിയിൽ. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് അവരിപ്പോഴും എന്താ പറയുക, ഒരു അത്രയ്ക്കും ഒരു സ്റ്റാറ്റസ് ഇല്ലായ്മ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. One of the significant ways English can contribute to achieving equality and justice is by providing a window to a larger number of literature in the world, including works that promote humanist principles of dignity and identity. Through English, Indians can access the wealth of knowledge and learning from around the world, including the Renaissance values of freedom, secular thought, and social urge to intervene in history. For instance, the works of English writers such as Shakespeare and Milton have inspired nationalist writing in India and have dealt a blow to feudalist and commercialist ideologies. ഈ ഇക്വാലിറ്റിനും ജസ്റ്റിസിനെയൊക്കെ കുറിച്ച് നമ്മളിവിടെ പറയുമ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ ഈ ഇക്വാലിറ്റിയും ജസ്റ്റിസും ഇംഗ്ലീഷ് മുഖേന വന്നിട്ടുണ്ട്. ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് വന്നേ? ലിറ്ററേച്ചറിൽ കൂടെ. ഇന്ത്യൻ റൈറ്റേഴ്സ് അവർ ഈ ലിറ്ററേച്ചർ ഉപയോഗിച്ചുകൊണ്ട്, ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിലാണല്ലോ റൈറ്റേഴ്സ് ലിറ്ററേച്ചർ എഴുതിയത്, അത് മുഖേന ധാരാളം നോളജ് നമ്മുടെ ഇന്ത്യയിൽ വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ ഒരു ഫ്രീഡം ഒക്കെ കൊണ്ടുവന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോളജ് ഇല്ലായ്മയിൽ നിന്ന് നോളജിലോട്ടുള്ള ഒരു ഫ്രീഡത്തിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്ക് ഒരു ഓപ്പൺ മൈൻഡായിട്ട് ചിന്തിക്കാനായിട്ടൊക്കെ സാധിച്ചത് ഈ ഒരു ലാംഗ്വേജ് വന്നതോടെയാണ്. പിന്നെ ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ നമുക്ക് ഒട്ടും തന്നെ അവഗണിക്കാനായിട്ട് സാധിക്കില്ല, എസ്പെഷ്യലി ഷേക്സ്പിയർ, മിൽട്ടൺ എന്നിവരെയൊക്കെ. ഇവരുടെ ഒരു റൈറ്റിങ്സൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഇൻസ്പയർഡ് ആയവരാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒത്തിരി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകളാണ്. Moreover, English can play a crucial role in promoting social justice by providing a platform for marginalized voices to be heard. Many Indian writers in English have highlighted issues of inequality, poverty, and gender injustice, bringing attention to these problems and sparking conversations that can lead to change. The works of writers like Mahasweta Devi, Arundhati Roy, and Amitav Ghosh, among others, have been instrumental in raising awareness about social and economic inequalities in India. സോഷ്യൽ ജസ്റ്റിസിനെ അല്ലെങ്കിൽ സോഷ്യൽ ഇൻജസ്റ്റിസിനെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇനിക്വാലിറ്റീനെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് പേടിയുണ്ടായിരുന്ന ഒരു കാലഘട്ടങ്ങളൊക്കെ ആയിരുന്നു 1950-60 എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് സംസാരിക്കാനായിട്ട് സാധിച്ചിരുന്ന കുറച്ച് വ്യക്തികളായിരുന്നു ഈ ലിറ്ററേച്ചേഴ്സ് അല്ലെങ്കിൽ ലിറ്ററേറ്റ്സ്. അപ്പോൾ ഇവർ അല്ലെങ്കിൽ റൈറ്റേഴ്സ് ഈ ലിറ്ററേച്ചർ എന്ന സംഭവം ഉപയോഗിച്ചുകൊണ്ട് അവർക്കിത് സംസാരിക്കാനായിട്ട് സാധിച്ചു. അവിടെയാണ് നമുക്ക് അതും ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരുന്നു ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇവിടെ സോഷ്യൽ ജസ്റ്റിസും ഇക്വാലിറ്റിയും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പല പല ആസ്പെക്റ്റുകളിലാണ് നമ്മൾ ഈ ആൻസറിനെ കാണുന്നത്. ഒന്ന് നെഗറ്റീവ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ പോസിറ്റീവ് സൈഡും കൂടി എടുത്തു പറയേണ്ടതാണ്. However, the dominance of English has also created a class divide where those who have access to quality English education have an advantage over those who do not. This has led to a situation where English is often associated with privilege and elitism, perpetuating existing social and economic inequalities. Furthermore, the emphasis on English has also led to the marginalization of Indian languages, which are often better equipped to capture the nuances of everyday life and the struggles of the marginalized. എന്നിരുന്നാലും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ ഒരു ഭാഷ മുഖേന നമുക്ക് ഡിവിഷനാണ് ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷ് അറിയുന്ന ഒരു വിഭാഗം, ഇംഗ്ലീഷ് അറിയാത്ത ഒരു വിഭാഗം എന്നിങ്ങനെയുള്ള ഡിവിഷൻസ്. പിന്നെ ഇവിടെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ഒക്കെ ബാക്ക്വേർഡ് ഉള്ള ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സമത്വം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല.
ഈ ഒരു ഭാഷ വന്നതോട് കൂടെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനേക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇന്ത്യൻ ലാംഗ്വേജസ് അടിച്ചമർത്തപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേസമയം ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സൊക്കെ എന്താണ് സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ഒക്കെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിനെ കുറിച്ചിട്ടൊക്കെ എഴുതുന്ന അല്ലെങ്കിൽ അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയായിരുന്നു ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സ്. പക്ഷേ അവരുടെ വോയിസിനെക്കാട്ടിലും ഉപരിയായിട്ട് അല്ലെങ്കിൽ അവരെക്കാളും സുപ്പീരിയർ ആയിട്ട് ഇംഗ്ലീഷ് അവിടെ നിന്ന് അവരുടെ ലിറ്ററേച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് ആയിരുന്നു കൂടുതലും കേൾക്കുന്നത്. To harness the potential of English in promoting equality and justice, it is essential to recognize its limitations and complexities. Rather than seeing English as a replacement for Indian languages, it should be viewed as a complementary tool that can facilitate access to global knowledge and opportunities. Efforts should be made to promote multilingualism and to provide opportunities for people to learn and express themselves in their mother tongue while also having access to quality English education. ഇവിടെ നമ്മൾ നെഗറ്റീവ് ആസ്പെക്റ്റിൽ മാത്രം ചിന്തിക്കാതെ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ മാറ്റമായി. നമ്മൾ ചിന്താഗതിയിലുള്ളൊരു മാറ്റമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് മുഖേന ഉണ്ടാകുന്ന നെഗറ്റീവ് ആസ്പെക്റ്റിനെ മാറ്റി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യൻ ലാംഗ്വേജിന് പകരമായിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവന്നു. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മുഖേന കുറേയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, മോഡേണൈസ്ഡായി. അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കണം. പിന്നെ ഈ എഫേർട്സ് എന്ന് പറയുന്നത് എന്താ പറയുക, ഓൾറെഡി ഇന്ത്യ എന്ന് പറയുന്നത് ധാരാളം ലാംഗ്വേജസ് ഉള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ ഇതിനോട് കൂടെ ഒരു എക്സ്ട്രാ ലാംഗ്വേജ് ഇംഗ്ലീഷും കൂടി നമ്മൾ പഠിക്കാനായിട്ടുള്ളൊരു അവസരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മളുടെ ഭാഷ നേറ്റീവ് ഇപ്പോൾ ആരും തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇപ്പോൾ ആരും തന്നെ ഇംഗ്ലീഷ് മാത്രം അറിയുന്നവരായിട്ടുണ്ടാകുമോ എനിക്കറിയില്ല, വളരെ ചുരുക്കമായിരിക്കും. നേറ്റീവ് ലാംഗ്വേജ് പ്ലസ് അഡീഷണൽ ആയിരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്നത്, അല്ലേ? കോമൺലി നമുക്ക് ജനറലി സ്പീക്കിംഗ് നമുക്ക് അങ്ങനെ തന്നെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അഡീഷണൽ ആയിട്ടൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുകയാണ് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ. Ultimately, the role of English in achieving equality and justice in India will depend on how it is used and promoted. If used as a tool for empowerment and social change, English can be a powerful force for good. However, if it continues to be associated with privilege and elitism, it will only perpetuate existing inequalities and injustices. By recognizing the complexities of English in India and working towards promoting multilingualism and social justice, we can harness its potential to create a more equitable and just society. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല ഈ പറഞ്ഞത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടേയിരിക്കണേന്ന്. അതെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെക്സ്റ്റല്ലേ ആ ടെക്സ്റ്റിൽ നിന്ന് വേണം നമുക്ക് ആൻസർ രൂപീകരിച്ചിട്ട് ആൻസർ എഴുതാൻ. 500 to 600 വേർഡ്സിൽ വേണം നമുക്ക് ഓരോ ആൻസേഴ്സും കവർ ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും ചെയ്യണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് എടുക്കാനായിട്ട് ഇനിയും വേറെ പോയിൻറ്റ്സുകൾ എടുക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടെക്സ്റ്റിൻ്റെ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഇത് തന്നെയായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നില്ല. ഒരു ചാപ്റ്ററിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ചാപ്റ്ററിലത്തെ ഒരു ആൻസർ 2 ആൻസറൊക്കെ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ മറ്റുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത്രയ്ക്കൊക്കെ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാ ആൻസേഴ്സും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷഫിൾ ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. കാരണം ഇത്രയ്ക്കധികം ആൻസർ മീൻസ് ഇത്രയും പേപ്പേഴ്സ് കവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ MA സ്റ്റുഡൻസാണ് ഞാൻ എടുത്ത് പറഞ്ഞ് തരേണ്ടതില്ല എന്ന് എനിക്കറിയാം. ജസ്റ്റ് റാൻഡം ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, സോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇവിടെ റോൾ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും. ഇക്വാലിറ്റിയും ജസ്റ്റിസൊക്കെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ലിറ്ററേച്ചറൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ റൈറ്റേഴ്സ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്കൊക്കെ ഇവിടെ സോഷ്യൽ ജസ്റ്റിസും ഇക്വാലിറ്റിയും ഒക്കെയാണ് അവർ നേടിത്തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ബിസൈഡ് വേറെ കുറേ കാര്യങ്ങളുള്ളത് അതുപോലെ തന്നെ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഞാൻ ആദ്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. മീൻസ് സെയിം അതിൻ്റെ ഒരു സമ്മറി തന്നെയാണ്. ഓക്കെ, വേർഡ്സിൽ മാത്രമേ മാറ്റം ഉണ്ടായിരിക്കുകയുള്ളൂ.
സോ ഇപ്പോൾ പറയാം, വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിൽ മീറ്റ് യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.